ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ പനി ആയതുകൊണ്ട് തന്നെ റിവ്യൂ ഒന്നും സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ റിവ്യൂ കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ റിവ്യൂ ചെയ്യുന്നത്. സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ലിറ്റിൽ ഹാർട്ട്സ് എന്നാണ് മൂവിയുടെ പേര്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് വാച്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ട 1-2 പെർഫോമൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതിലേറ്റവും മനോഹരമായിട്ടുള്ള പോർഷൻ എനിക്ക് തോന്നിയത് അത് ബാബുരാജ് ഏട്ടൻ്റെ പെർഫോമൻസ്. അത് ഗംഭീരമാണ്. ബാബുരാജ് ഏട്ടൻ അദ്ദേഹം എത്തരത്തിലുള്ള ഒരു ആക്ടറാണെന്ന് നമുക്കറിയാം. നമ്മൾ പറയുമല്ലോ, വേഴ്സറ്റൈൽ ആക്ടർ അല്ലെങ്കിൽ ഏത് ക്യാരക്ടർ കൊടുത്താലും ആ ഒരു ക്യാരക്ടർ അനുസരിച്ച് പെർഫോം ചെയ്യുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ഈ ബാബുരാജും. അത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമയുടെ മെയിൻ ഒരു നട്ടെല്ലെന്ന് ഞാൻ പറയാം. പുള്ളിക്കാരനിലൂടെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. ഞാനൊരു റിവ്യൂയിലോ ഞാൻ ഏതോ ഷോർട്സിലോ എങ്ങനെ കണ്ടിരുന്നു, ബാബുരാജ് എന്നൊരു ആക്ടറിൻ്റെ ഒരൊറ്റ സീൻ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്ന ഒരു സീൻ, ആ സീൻ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ സീനിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നതായിട്ടാണ് കേട്ടോ. ആ സീൻ ഞാൻ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നോട്ടീസ് ചെയ്താ അത് അടിപൊളിയാണ്. പുള്ളി ഒന്നുമില്ല, 1-2 സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രണയം ഇല്ലേ, അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രണയം, അത് കറക്റ്റ് ആ ഒരു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ തന്നെ പറയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെയാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കാണാൻ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്, ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഒരു സിമ്പിൾ ഒരു സാധനം നമ്മൾ ചിലപ്പം കണ്ട് മറക്കും പെട്ടെന്ന് തന്നെ. അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വന്നു പോകുന്നൊരു സീനാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയം ആ ഒരൊറ്റ ഷോട്ടിലുണ്ടായിരുന്നു. അടിപൊളിയാണ് ആ ഒരു സംഭവം കേട്ടോ. ഞാനത് എടുത്ത് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം ഇതുവരെ ചെയ്യാത്ത, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ബാബുരാജ് ഏട്ടൻ്റെ ഇത്തരത്തിലുള്ള റോളുകൾ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ. അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ. പലതരം പ്രണയങ്ങളാണ് സിനിമയിൽ പറയുന്നത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബാബുരാജേൻ്റെ പെർഫോമൻസും പ്രണയവും കൂടെയാണ്. ബാബുരാജേൻ്റെ പേരായിട്ട് വരുന്നൊരു ചേച്ചിയുണ്ട് കേട്ടോ, രമ്യ സുബി എന്നാണ് തോന്നുന്നു പേര്. നല്ല രീതിയിൽ നല്ല രസമുണ്ട്. കാരണം ഒരു പ്രായമായവരുടെ പ്രണയമില്ലേ, അത് നല്ല രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചു. പിന്നീട് സിനിമയുടെ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ചിലപ്പോൾ അത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ആനിമേഷനുണ്ട്. സിമ്പിളാണ്, കഥ പറയുവാണ്. ആ ഒരു നാടിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ ആൾക്കാർ അവരെങ്ങനെ വളർന്ന്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറയുന്ന. നമ്മൾ AI വെച്ച് ഒരു സംഭവം ക്രിയേറ്റ് ഒക്കെ ചെയ്തില്ലേ, നമ്മൾ AIയിൽ ഇങ്ങനെ കമാൻഡ് കൊടുത്തു കഴിയുമ്പം അവരതിനനുസരിച്ച് ഒരു വീഡിയോ ഫയലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് അയച്ചു തരുന്നൊരു സെറ്റപ്പില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് നല്ല രസമുണ്ട് അത് കണ്ടിരിക്കാനായിട്ടൊക്കെ. ഇവരുടെയൊക്കെ ഒരു കോമിക് ക്യാരക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ അവരുടെ രൂപം എങ്ങനെയിരിക്കും, അവർ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും, അവർ കഥ പറഞ്ഞാൽ എങ്ങനെയിരിക്കും, ആ രീതിയിൽ ഒരു നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ആ ഒരു ഭാഗങ്ങളൊക്കെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നി. അത് വെച്ചിട്ടൊരു ത്രൂ ഔട്ടൊരു കഥ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നതെന്ന് എനിക്ക് തോന്നി. വലിയ അടിപൊളിയല്ല, എന്നാലും നമ്മളെ ചില സീനുകൾ, സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് തട്ടണമെങ്കിൽ അതിൽ കുഞ്ഞു മ്യൂസിക് പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിലും അത്തരത്തിൽ മ്യൂസിക്കിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. നല്ല രീതിയിൽ നമ്മളിലോട്ട് ആ ഒരു സീനുകളൊക്കെ ടച്ച് ആകുന്ന പോലെ എനിക്ക് ഫീൽ തോന്നിയിട്ടുണ്ട്. ഇത്തരം പോസിറ്റീവ്സുകളെ എനിക്ക് സിനിമയെ പറ്റി അങ്ങനെ പറയാൻ തോന്നിയുള്ളൂ. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഗൾഫ് കൺട്രീസിൽ ബാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിൻ്റെ ഒരു അത് ഞാൻ സ്പോയിലാക്കുന്നില്ല. അവരൊരു 4-5 പ്രണയം സിനിമയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ബാബുരാജിൻ്റെ പ്രണയം, ഷെയ്ൻ്റെ പ്രണയം, പിന്നെ ഒരു ബംഗാളിയുടെ ഒരു പ്രണയം ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്, പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രണയം. ഈ 4 പ്രണയവും നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നല്ല രസത്തിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമ്മളിപ്പോൾ പറയത്തില്ലേ, നല്ല കുറേ ബുക്കുകൾ അതിൻ്റെ താളഴിഞ്ഞു പോയിട്ട്, കുത്തഴിഞ്ഞു പോയിട്ട് നമ്മളതെല്ലാം കൂടെ പെട്ടെന്ന് അടിക്കുകയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാരി പെറുക്കിയിട്ട് തയ്ച്ചൊരു വേറൊരു ബുക്കാക്കുന്ന ഫീലില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം അത് ഇൻഡിവിജ്വലി ഓരോന്നും ചെയ്തിരുന്നെങ്കിൽ നമ്മളിലേക്ക് കുറെ കൂടെ ഇറങ്ങി ചെല്ലേണ്ടിയിരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇമോഷൻ നമ്മളോട്ട് അത്രയധികം എത്താതെ പോയൊരു ഫീൽ, അല്ലെങ്കിൽ പാതി വഴിക്ക് വായിച്ചിട്ട് നമ്മൾ വേറൊരു ബുക്കിലോട്ട് കടന്ന ഫീല്. കാരണം നമുക്കത് കംപ്ലീറ്റ് ആക്കിയോ അല്ലെങ്കിൽ നമ്മളിലോട്ട് അധികം ഇമോഷണലി കൊണ്ടുചെല്ലാൻ സാധിക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീടാണെങ്കിലും സ്ക്രിപ്റ്റിൻ്റെ ഒരു പോരായ്മ അതെനിക്ക് പല ഭാഗങ്ങളിലും ഫീൽ ചെയ്തു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭാഗത്തൊക്കെ, ക്ലൈമാക്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ചെയ്ത് വെച്ച്, പിന്നെ പൊടിക്കല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലാഗും ഫീൽ ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ നടക്കുന്ന കുഞ്ഞു തമാശകൾ അതൊരു ഫാമിലീന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർ
ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഡിവിജ്വലി സിനിമ കാണാൻ പോകുന്നവർക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്കത് ചിരിക്കാൻ മാത്രം വലിയ സംഭവമായിട്ടൊന്നും തോന്നിയെന്ന് വരില്ല. ഇവിടെ തൊട്ടടുത്തിരുന്നവരൊക്കെ ചെറിയ രീതിയിലൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും അവരവിടെ കാണിച്ചതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന അതിൽ വലിയ ചിരിക്കാൻ തക്ക വിധത്തിലുള്ളൊരു കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ 1-2 സ്ഥലങ്ങളിൽ എനിക്ക് ചെറിയ രീതിയിൽ ചിരിയൊക്കെ വന്നു. കോമഡി എന്ന രീതിയിൽ അവർ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നത് അത്രയധികം കണക്റ്റ് ആവാത്തൊരു ഫീലായിട്ട് എനിക്ക് തോന്നി. വലിയൊരു സ്റ്റോറി ഒന്നുമല്ല അവർ പറയുന്നത്, ചെറിയൊരു സംഭവമാണ്, അത് വല്ലാണ്ട് വലിച്ചു വെച്ചൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയേ. ചില അനാവശ്യ ഷോട്ടുകളും ചില അനാവശ്യ വിഷ്വൽസുകളും സിനിമയിൽ ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു എക്സാമ്പിൾ പറയാം. ബാബുരാജ് ചേട്ടൻ അടുക്കളയിൽ നിൽക്കുന്നൊരു സീനാന്ന് വെച്ചോ. അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ ഷെയ്ൻ്റെ ഇമ്പോർട്ടൻ്റ് സീൻ അവിടെ കാണിക്കുവാണെങ്കിൽ ആ ഒരു കാണിച്ച സീൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞു, ഷെയ്ൻ്റെ പെർഫോമൻസ് ഭാഗങ്ങൾ കഴിഞ്ഞു, പിന്നീട് ബാബുരാജ് ചേട്ടനിലോട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യണ കാണിച്ചിട്ട് ഉടനെ പോകുവാണ്. ഉടനെ പിന്നെ അടുത്ത സീനിലോട്ട് പോകും. അവിടെ ബാബുരാജൻ്റെ ആ സാധനം കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു നമുക്ക് തോന്നും. ഷെയ്ൻ്റെയാണ് അവിടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഷെയ്ൻ്റെയാണ് പെർഫോമൻസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അല്ലാതെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുക, സിമ്പിളായിട്ട് അത് ക്യാപ്ചർ ചെയ്യുക. അവർ സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും എല്ലാവരിലായിട്ടും എത്തുമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. ഫാമിലി ഓഡിയൻസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കിയതാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർക്കതൊന്ന് മെനക്ക് കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. വിഷ്വലൊക്കെ അടിപൊളിയാണ്. വിഷ്വലി നമ്മളെ കുറേയൊക്കെ പിടിച്ചിരുത്തും. ഇടുക്കി ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ എങ്ങാണ്ട് 3-4 പാട്ടോളം വരുന്നുണ്ട്. പാട്ടുകൾക്ക് വേണ്ടി പാട്ടുകൾ കൊണ്ടുവരണ്ടെന്ന് എനിക്ക് തോന്നി. സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് കൊണ്ടുവരാമായിരുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് പാട്ടുകൾ ചെയ്യാമായിരുന്നു. പാട്ടുകൾ മോശമാണെന്നല്ല, പക്ഷെ അനാവശ്യമായിട്ട് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പം ഒരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവത്തിലേക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കടക്കുന്നുണ്ട്. ആ ഒരു കടക്കുന്ന ഭാഗത്താണെങ്കിലും പ്രത്യേകിച്ച് എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നിയില്ല. അത്തരം ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നാവുന്ന ഒരു വിഷമം, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായേക്കാവുന്നൊരു സങ്കടം, ആ ഒരു ഇമോഷൻ അതെനിക്ക് കറക്റ്റായിട്ട് വന്നില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞത് കൊണ്ടായിരിക്കാം മേ ബി. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ചെറിയ മ്യൂസിക്കിൻ്റെ ബലത്തിലാണ് അവരൊന്ന് കയറി വന്നത്. കുറേ സ്ക്രീനുകൾ അല്ലെങ്കിൽ കുറേ വിഷ്വൽസൊക്കെ ഡയലോഗുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയൊരു ഫീല് തോന്നി. പിന്നീട് മുമ്പ് പറഞ്ഞല്ലോ, അവർ കോമഡി ആയിട്ട് കൊണ്ടുവന്ന കുറേ കാര്യങ്ങളൊന്നും എനിക്ക് കണക്റ്റ് ആയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കണക്റ്റ് ആയില്ല. കാരണം കണക്റ്റ് ആയെങ്കിൽ എന്തായാലും ആയി എന്ന് പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് ആയില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാൻ നല്ലൊരു സിനിമ പ്രതീക്ഷിച്ചാണ് പോയത്, നല്ല റിവ്യൂ ഇങ്ങനെ തിയേറ്റർ റെസ്പോൺസ് കേട്ടാണ് പോയത്. പക്ഷേ എന്താണെന്നറിയില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമായിരിക്കും, ചിലപ്പോൾ അതിലെ കോമഡി അല്ലെങ്കിൽ ഹ്യൂമറൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് ചിരിക്കാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം പറയുന്നത് സിനിമ മോശമാണെന്നല്ല, മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങളൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കുറച്ചും കൂടെ കണക്റ്റ് ആകും, കുറച്ചും കൂടി ഇഷ്ടപ്പെടാം. പക്ഷേ എന്നിലെ ഒരു ഓഡിയന് ഒരു ആവറേജ് ഫീല് മാത്രമേ തോന്നിയുള്ളൂ. ബിലോ ആവറേജ് ആയിട്ട് തോന്നിയില്ല. കാരണം നല്ല വിഷ്വൽസൊക്കെ ആയിരുന്നു. ചില മുൻപ് പറഞ്ഞ കുറച്ച് പോസിറ്റീവ്സുകൾ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നതായിരുന്നു. പക്ഷേ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു ഡൗൺ, ആ ഒരു ലാഗൊക്കെ എനിക്ക് കുറേയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കുറേ അവർ മാസ് സീനുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അത് വേണ്ട, അത് അവിടെ ആവശ്യമില്ലാത്ത സാധനമാണ്. ഒരു പ്രേക്ഷകന് ആവശ്യമുള്ളത് അല്ലെങ്കിലും സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കൊടുത്താൽ പോരെ. അതിനപ്പുറം അവരെന്തൊക്കെയോ ഇങ്ങനെ അവിടെ ഒരു സാധനം വേണം എന്നുള്ളൊരു ഫീലിൽ കുറേ എന്തൊക്കെയോ ചെയ്ത് വെച്ചൊരു ഫീല്, അതൊന്നും കണക്റ്റ് ആയില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. സിനിമ കാണാനുള്ളവർക്ക് ഈ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിയേറ്ററിൽ പോയി കാണാനുള്ളവർ കണ്ടിട്ട് അഭിപ്രായവും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1-2 OTT റിലീസുകളൊക്കെ കണ്ടിരുന്നു, അതിൻ്റെ വീഡിയോ നമുക്ക് പതിയാണ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.